ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഹെയർ ഫോളിനെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഹെയർ ഫോള് അത് വലിയവരായിക്കോട്ടെ, ചെറിയ ആൾക്കാരായിക്കോട്ടെ, ഫീമെയിൽസ് ആയിക്കോട്ടെ, മെയിൽസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ വരുന്നൊരു പ്രശ്നമാണ് ഹെയർ ഫോൾ. ഒരു 99% ആൾക്കാരും ഇതിലെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ട്രയാങ്കിളിൽ വീണിട്ടുള്ള ആൾക്കാരുമായിരിക്കും. ഒരുപാട് റീസൺസ് കാരണം നമുക്ക് ഹെയർ ഫോൾ വരും. അത് പെർട്ടിക്കുലർലി ഇന്ന റീസൺ ആണ്, അതുകൊണ്ട് ഇന്ന ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ ഹെയർ ഫോൾ മാറും, അങ്ങനെയില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം വന്നൊരു ഹെയർ ഫോൾ ആയിരുന്നു. എനിക്കൊക്കെ അതിന് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് PCOS ഒക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാകും. അതല്ലെങ്കിൽ തൈറോയിഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഹെയർ ഫോളിന്റെ ചാൻസ് കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസിയുടെ ആഫ്റ്റർ പ്രഗ്നൻസിയുടെ സമയത്ത് ചില ആൾക്കാർക്ക് ഹെയർ ഫോൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോണും റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഫോൾ ആണ്. പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കാരണം നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാവും. ഈ സ്ട്രെസിന്റെ അളവ് കുറയുന്നത് കാരണം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. മെയിൽസിനാണെങ്കിൽ മെയിൽ പാറ്റേൺ ഹെയർ ലോസ് ഉണ്ടാവും. അതായത് നമുക്ക് ഈ കഷണ്ടി അതുപോലെയുള്ള കണ്ടീഷൻസ് വരാം. അതൊക്കെ ഹെറിഡിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. കഷണ്ടിയൊക്കെ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഹോർമോൺ നമ്മുടെ ഹീമോഗ്ലോബിൻ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിലൊക്കെ നമുക്ക് അനിമിക് ആണെങ്കിലൊക്കെ നമുക്ക് ഹെയർ ഫോൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് ഹെയർ ഫോൾ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ. ഞാൻ ആദ്യമേ പറഞ്ഞ മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഫോൾ ആണെങ്കിൽ, മെഡിക്കലി എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലല്ല ഈ സാധനങ്ങൾ ഇരിക്കുന്നത്. അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുന്ന ഹെയർ ഫോൾ, അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, ഹെയർ കെയർ പ്രൊഡക്ട്സ് അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഹെയർ കെയർ റുട്ടീൻ ഒന്നും കറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ശരിയല്ലാതായിട്ടൊക്കെ ഉണ്ടാകുന്ന ഹെയർ ഫോൾ, ഡാൻഡ്രഫ് കാരണമുള്ള ഹെയർ ഫോൾ ഒക്കെയാണ് അടുത്ത ഒരു ടൈപ്പ് ഹെയർ ഫോളുകൾ. അപ്പൊ ഈ എല്ലാത്തിനും ഒരേ ട്രീറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ ഒരേ രീതിയിലാണോ നമ്മൾ ഇതിനെയൊക്കെ മാറ്റിയെടുക്കേണ്ടതെന്ന് വെച്ചിട്ടല്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോന്നിനും പെർട്ടിക്കുലർ രീതിയിൽ മാറ്റിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ. അപ്പൊ നിങ്ങൾക്ക് എക്സസീവ് ആയിട്ട് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു ദിവസം ഒരാൾക്ക് 100 മുടി വരെ പോകുന്നതിൽ കുഴപ്പമില്ല. അത് നോർമൽ കണ്ടീഷനിലാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നാച്ചുറലി നല്ല തിൻ ആയിട്ടുള്ള സ്കാൽപ്പാണ്, അതായത് നിങ്ങൾക്ക് കുറച്ച് മുടിയെ നാച്ചുറലി ഉള്ളു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 ഹെയർ വരെ പോകാൻ പാടുള്ളൂ. അല്ല നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത് 100 മുടി വരെ പോകുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻ. അടുത്ത നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ്. കാരണം ഇതൊക്കെയാണെങ്കിൽ നമ്മൾ കുറെ ഹെയർ കെയർ മാത്രം ചെയ്തിട്ട് ഫലമില്ല. കാരണം നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അകത്ത് നമുക്ക് ഹെയർ വളരാനുള്ള റീസൺസ് ഒന്നും ഇല്ലല്ലോ. സോ അതൊന്നും മുടി പൊഴിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോളിക്കിൾസ്, അതായത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫോളിക്കിളില്ലേ, ഹെയർ വളരേണ്ട ഫോളിക്കിൾസ്, അതെപ്പോഴും എലൈവ് ആയിരിക്കണം. അത് എലൈവ്, അതായത് അത് വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റും. അതില്ല എന്നുണ്ടെങ്കിൽ, അത് നശിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ പോണില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഹെയർ ഫോളിക്കിൾസ് ഡാമേജ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സിറമോ അല്ലെങ്കിൽ എന്ത് നമ്മൾ ട്രോപ്പിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ വളരേണ്ട സാധനം ഇപ്പൊ എന്താ പറയുക, നമുക്ക് ചെടി വളരണമെങ്കിൽ അതിന്റെ റൂട്ട് വേണ്ടേ. റൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ പോണില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. നമ്മുടെ ഹെയർ ഗ്രോത്ത് മെയിൻ ആയിട്ട് 4 ഫേസസ് ആണുള്ളത്. ആനാജൻ ഫേസ്, കാറ്റേജൻ ഫേസ്, ടീലോജൻ ഫേസ്, പിന്നെ എക്സോജൻ ഫേസ്. അതായത് ആനാജൻ ഫേസ് വേണം നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ്. ഹെയർ ഗ്രോത്തിന്റെ ടൈം, ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസ് നമ്മൾ ആനാജൻ ഫേസ്, അതായത് ഫേസ് 1 എന്ന് പറയുന്നത്. അടുത്ത കാറ്റേജൻ ഫേസ് എന്ന് വെച്ചാൽ ആ ഗ്രോയിങ് നടക്കുന്ന ഫേസിനാണ് നമ്മൾ കാറ്റേജൻ ഫേസ് എന്ന് പറയുന്നത്. ടീലോജൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോർമലി നമുക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ഫേസിന് നമ്മൾ ടീലോജൻ എന്ന് പറയുന്നത്. എക്സോജൻ ഫേസ് എന്ന് വെച്ചാൽ ഷെഡ് ചെയ്ത് പുറത്തോട്ട് പോകുന്ന ഫേസിന് നമുക്ക് എക്സോജൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെയർ ഗ്രോത്ത് തുടങ്ങി നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആനാജൻ ഫേസിനെയും നമ്മൾ വലിച്ചു നീട്ടാനും ശ്രദ്ധിക്കണം, ടീലോജൻ ഫേസിനെ പിടിച്ചു നിർത്താനും ശ്രമിക്കണം. കാരണം ടീലോജൻ ഫേസ് എന്ന് വെച്ചാൽ മുടി പിടിച്ചു നിർത്തുന്ന സമയമുണ്ട്. അപ്പൊ അത് നമ്മൾ എത്രത്തോളം നീട്ടുന്നോ അത്രത്തോളം നമുക്ക് എക്സോജൻ ഫേസിലോട്ട് നമ്മുടെ ഹെയർ പോകത്തില്ല. ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഹെയർ ഷെഡിങ് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഹാബിറ്റ് കൊണ്ടാണോ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നതെന്ന് ശ്രദ്ധിക്കണം. അതിന് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് നോക്കണം. ഇപ്പൊ
എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങൾ നോർമലി ഒരു ദിവസം മുടി കഴുകുമ്പോൾ പിറ്റേന്ന് നിങ്ങൾക്ക് മുടി കഴുകേണ്ട ആവശ്യം, മുടി നോർമലിയാണ് നിൽക്കുന്നത് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നോർമൽ ഹെയർ ആണല്ലോ. അതല്ല നിങ്ങൾക്ക് പിറ്റേ ദിവസം, അതല്ലെങ്കിൽ അന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക്, വൈകിട്ടാണ് കുളിക്കുന്നതെങ്കിൽ അന്ന് വൈകിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈനെസ് സ്കാൽപ്പിലും ഹെയറിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പും വിത്ത് ഡ്രൈ ഹെയർ ആണല്ലേ എന്ന് തോന്നും, മനസ്സിലാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം നിങ്ങളുടെ ഹെയർ നന്നായിട്ട് ഓയിലി ആയിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഭയങ്കര ഗ്രീസി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓയിലി സ്കാൽപ്പ് ഓയിലി ഹെയറും ആണെന്ന് വിചാരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് സ്കാൽപ്പ് ഓയിലി ആയിരിക്കും, അവരുടെ ഹെയർ സ്ട്രാൻഡ്സ് ഡ്രൈ ആയിരിക്കും. അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലും വരുന്നത് കേളി ഹെയർ, വേവി ഹെയർ ഉള്ള ആൾക്കാർക്കാണ്. നമ്മളിപ്പോഴും നമ്മുടെ കേളി ഹെയറും നമ്മുടെ കേളിയാണോ വേവി ആണോ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. നമ്മൾ കുളിച്ചിട്ട് മുടി നന്നായിട്ട് നീട്ടി കോതിയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാച്ചുറൽ കേൾസ് അല്ലെങ്കിൽ വേവിനെസ് ഒക്കെ പോയിട്ട് മുടി നീണ്ടു വരും. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹെയറിന് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ ചിലപ്പോൾ ഒരിക്കലും ഈ നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡ്സിലോട്ട് വരാതിരിക്കുന്നത് കാരണം നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡ്സ് ചിലപ്പോൾ ഡ്രൈ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പ് ഓയിലിയും നിങ്ങളുടെ മുടിയുടെ സ്ട്രാൻഡ്സ് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും കൂടുതൽ ഡ്രൈ ഫ്രിസ് ഹെയർ ആയിട്ട് മാറുന്നത്. ഇപ്പൊ എന്നെ എടുത്ത് ഫസ്റ്റ് എനിക്ക് ഈ ഒരു സംഭവം മനസ്സിലാക്കുന്നതിന് മുന്നേ ഞാനും മനസ്സിലാക്കിയത് ഒന്നുകിൽ എന്റെ നോർമൽ ഹെയർ ആണ്, അതല്ലെങ്കിൽ എന്റേത് ഡ്രൈ ഫ്രിസ് ഹെയർ ആണ്, സ്കാൽപ്പ് ഓയിലിയാണ്. പിന്നെയാണ് മനസ്സിലായത് എനിക്ക് കുറച്ച് വേവി ഹെയർ ആണ് ഉള്ളത്, ഫാമിലി ആയിട്ട് തന്നെ എനിക്ക് വേവി ഹെയർ ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഹെയർ സ്ട്രാൻഡ്സിലോട്ട് ഓയിൽ എത്താത്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഗ്രീസ്നെസ് ഫീൽ ആവുന്നതെന്ന് സ്കാൽപ്പിൽ ഗ്രീസ്നെസ്സും ഹെയറിന്റെ സ്ട്രാൻഡ്സിൽ ഡ്രൈനെസ്സും ഫീൽ ആവുന്നത് പിന്നെയാണ് എനിക്കത് ക്ലിക്ക് ആയത്. അങ്ങനെയാണ് നമ്മുടെ ഹെയറിന്റെ ടൈപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴാണ് ഹെയർ വാഷ് ചെയ്യുന്നത് ഹെയർ ടൈപ്പിനനുസരിച്ചാണോ എന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞ ആണ്, പക്ഷെ 2 തരത്തിൽ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ അത് നമുക്ക് ഒന്ന് മാറ്റിയെടുക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ നോർമലി വീട്ടിനകത്തിരിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് പൊല്യൂഷൻ ഒന്നും നിങ്ങളുടെ ഹെയറിൽ വിയർത്തിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പുറത്ത് പോയി ഒരുപാട് പൊല്യൂഷൻ ഒക്കെ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വൈകിട്ട് മുടി കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നമ്മുടെ സ്കാൽപ്പിൽ ഇപ്പോൾ ഒരുപാട് ബിൽഡപ്പുകൾ വരും. ഇപ്പൊ നമ്മുടെ ഫേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അഴുക്ക് വന്ന് നമുക്ക് കാണാൻ പറ്റും നേക്കഡ് ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ അഴുക്കിനെ കഴുകി കളയും, പക്ഷെ നമ്മുടെ സ്കാൽപ്പിൽ വന്നിരിക്കുന്ന പൊടികളൊന്നും നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ അത് കാരണം നമ്മുടെ സ്കാൽപ്പിൽ ബിൽഡപ്പ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹെയർ ഫോളിക്കിൾസിനെ തടഞ്ഞു വരത്തില്ല. അത് കാരണം അവിടെ അഴുക്ക് ഇരിക്കുന്നതാണ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആകും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സ്ഥലത്ത് ഒരുപാട് നേരം അഴുക്കിരുന്ന് നമ്മുടെ സ്കിന്നും ആയാലും അവിടെ ഇറിറ്റേറ്റഡ് ആകും. അതുപോലെ നമ്മുടെ സ്കാൽപ്പ് ഇറിറ്റേറ്റഡ് ആയിട്ട് ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് ഹെയർ ഷെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കുറച്ച് ഓയിലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്പൊ അത് കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹെയർ വാഷ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ എത്ര ഫ്രീക്വന്റ്ലി ഒരാൾ കഴുകുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഹെയർ സ്കാൽപ്പ് അഴുക്കാവുന്നു അതനുസരിച്ച് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടില്ല അങ്ങനത്തെ എന്തെങ്കിലും ഷാംപൂസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണ് അല്ലെങ്കിൽ നോർമൽ ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ജെന്റിൽ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഷാംപൂവിന് ശേഷം നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹെയർ കണ്ടീഷനിങ്ങിന്റെ കാര്യമാണ്. അതായത് നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുന്ന സ്കാൽപ്പിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ സ്ട്രാൻഡ്സിലോട്ട് കണ്ടീഷണർ വേണം യൂസ് ചെയ്യാൻ. ഓയിലി സ്കിൻ കാര്യമില്ല, അങ്ങനെ ചെയ്താൽ മതി. ഓയിലി സ്കാൽപ്പ് ആണെങ്കിലും ഓയിലി ഹെയർ ആണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. അതല്ല നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക്ലി വൺസ് മാസ്ക് ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ച 2-3 ദിവസം. ഡാൻഡ്രഫ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓയിലിംഗ് നല്ലതാണ്. ഓയിലി സ്കിൻകാർക്കും പ്രീ ഓയിലിംഗ് നല്ലതാണ്. ഒരു 30 മിനിറ്റ്സ് മുന്നേ പ്രീ ഓയിലിംഗ് ചെയ്തുകൊണ്ട് നല്ലതാണ്. നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡ്സിനൊക്കെ നല്ല നറിഷ്മെന്റ് കിട്ടും. അപ്പൊ അത് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തിട്ട് സ്കാൽപ്പിൽ ഇത് കളയാനും ഓയിൽ കളയാനും കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത്രയാണ് നമ്മൾ ഹെയർ നോർമൽ ഹെയർ ഫോൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഹെയർ കെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നോർമലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഹെയർ ഫോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഡാൻഡ്രഫ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ ടാക്സ്, അതായത് മറ്റേ എന്താ ഡാൻഡ്രഫ് അല്ല, നമുക്ക് ഈര് കണക്ക് തോന്നും, ഈ മീൻ മുട്ടയിട്ട് അത് കണക്ക് തോന്നും, പക്ഷെ സംഭവം അതായത് ഒരു ഫംഗൽ ആയിരിക്കും. അങ്ങനത്തെ സാധനം ഉണ്ടോ നോക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കീറ്റോകോണസോൾ ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു, അതല്ലെങ്കിൽ ആന്റി ഫംഗൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു വാങ്ങിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് മെയിൻ ആയിട്ട് വരും നമ്മൾ കുളിച്ചിട്ട് ഈ ഹെയർ നോട്ട്സ് കൂടുതലും വരുന്നത് ടാക്സ് അല്ല നോട്ട്സ്. ഈ നോട്ട്സ് കൂടുതലും വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചിട്ട് ആ ഈറ് മുടിയായിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് ആ പൊടി എല്ലാം കൂടെ നമ്മുടെ ഹെയറിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അത്. അപ്പൊ ആ ഫംഗൽ ഇൻഫെക്ഷൻ മാറുന്ന നിങ്ങൾ കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്യുന്നതിനോടൊപ്പം
ലൂസ് എയർ, അതായത് വെറ്റ് എയർ കൊണ്ട് പുറത്ത് പോകുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കാം. കുറച്ച് നേരത്തെ എനിക്ക് ഹെയർ വാഷ് ചെയ്യുക രാവിലെ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ, അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ എത്തിയതിനു ശേഷം ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്ക് മലയാളികൾക്ക് നമുക്കൊരു പ്രജഡീസ് ഉണ്ട്, രാവിലെ എണീച്ച് കുളിച്ചിട്ട് വേണം നമ്മൾ പുറത്ത് എല്ലാത്തിനും പോകുന്ന ക്ലീൻ ആയിട്ട്. സംഭവം നല്ലതാണ്, പക്ഷെ പോകുന്നതിന് മുന്നേ നമ്മുടെ ഹെയർ നന്നായിട്ട് ക്ലീൻ മീൻസ് ഉണങ്ങിയതിന് ശേഷം പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഓൾറെഡി ഇതൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഒന്നും കൂടെ അത് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ആന്റി ഫംഗൽ ഷാമ്പു പറഞ്ഞതുകൊണ്ട് അത് മാത്രമായിട്ട് യൂസ് ചെയ്യരുത്. നിങ്ങൾ നോർമൽ ഷാമ്പു ഏതാണ്, പ്രത്യേകിച്ചും സാലിസിലിക് ആസിഡ് ഷാമ്പു ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്, അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വീക്കിലി ഇപ്പൊ നിങ്ങൾ ഒരു ദിവസമാണ് കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ദിവസമാണ് കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്യുന്നതെങ്കിൽ വേറെ 2 ദിവസം നിങ്ങൾ നോർമൽ ഷാമ്പുവും കണ്ടീഷണർ യൂസ് ചെയ്യുക. കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ഹെയറിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ കീറ്റോകോണസോൾ ഷാമ്പു ചിലപ്പോൾ നമുക്ക് സ്ട്രാൻഡ്സിലും കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ചിലപ്പോൾ നമുക്ക് ആ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ആ ഒരു നോട്ട്സ് ഒക്കെ പോകണം, നമ്മൾ സ്കാൽപ്പിലും ഹെയർ സ്ട്രാൻഡ്സിലും അപ്ലൈ ചെയ്യാം. അപ്പൊ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് വേണം അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ മാക്സിമം ഹീറ്റ് പ്രൊഡക്ട്സിൽ നിന്നൊക്കെ അകന്നിരിക്കുക. കെമിക്കൽ ട്രീറ്റ്മെന്റ്, കെരാറ്റിൻ ആയാലും സ്ട്രൈറ്റനിങ് ആയാലും സ്മൂത്തനിങ് ആയാലും കളേഴ്സിങ് ആയാലും കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന്, അത് ഹെയർ ഒന്ന് നോർമൽ ആവുന്നവരെ വേണ്ടാന്ന് വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോസ്റ്റ് കെയർ ട്രീറ്റ്മെന്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എവിടെയാണോ ചെയ്തത് അവിടെ പോയിട്ട് സ്പാ എന്നെങ്കിൽ സ്പാ, അല്ലെങ്കിൽ അതിന് നന്നായിട്ട് അതിൻ്റെതായിട്ടുള്ള ഷാമ്പൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതാണ്. അതായത് നിങ്ങൾ ടെമ്പററി ആയിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ സ്ട്രൈറ്റനിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ടൂൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ലെയർ അതിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ചൂട് നമ്മുടെ ഹെയറിലോട്ട് നിൽക്കത്തില്ല. അപ്പൊ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുളിച്ച ഉടനെ മുടി ഒരിക്കലും അയൺ ചെയ്യാതിരിക്കാനും കേൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ കുളിക്കുമ്പോൾ നമ്മുടെ ഹെയറിൽ ഒരു വെറ്റ്നെസ് ഉണ്ടല്ലോ, അപ്പൊ ഈ നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡ്സ് ഉണ്ട്, അപ്പൊ നമ്മൾ ഈ ചൂട് കൊടുക്കുമ്പോൾ ഈ ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യും. ഇത് ചിലപ്പോൾ നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡ്സിലോട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ പോയി നിൽക്കും. അത് കാരണം നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം വെറ്റ് ഹെയറിൽ ഒരിക്കലും സ്റ്റൈലിംഗ് ടൂൾസ് യൂസ് ചെയ്യാതെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സെറംസോ സ്പ്രേയോ യൂസ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾ ഒരു ഹെയർ സിറംസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുക? ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇത് എന്തൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നത് അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം മാത്രമേ ഹെയർ സിറത്തിലോട്ട് പോവുള്ളൂ. ഹെയർ സിറം പോകുന്നതിന് മുന്നേ നമ്മൾ ബയോട്ടിൻ ഗമ്മീസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഹെയർ ഗ്രോത്തിന്. അല്ല, ബയോട്ടിൻ ഗമ്മീസ് നമ്മൾക്ക് ഞാനൊരു കാര്യം പറയാം. ബയോട്ടിൻ എന്ന് വെച്ചാൽ നമുക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി കാരണമാണ് ഹെയർ ഫോൾ ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ ബയോട്ടിൻ ടാബ്ലറ്റ്സ് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിലോ അല്ലാണ്ട് നമുക്ക് നോൺ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ബയോട്ടിൻ ടാബ്ലറ്റ്സ് കിട്ടുന്നെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷെ ഗമ്മിയുടെ രൂപത്തിൽ നമ്മളൊരു സാധനം വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഗമ്മി എന്ന് വെച്ചാൽ ക്യാൻഡി അല്ലെങ്കിൽ സ്വീറ്റ് ഉള്ള സാധനം. ആ ഗമ്മിക്ക് വേണ്ടിയുള്ള ബേസ് അവരെടുക്കും. ആ ബേസിനോട് അവർ ഇനഫ് സ്വീറ്റ് ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് ബയോട്ടിൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ബയോട്ടിൻ നമുക്ക് ഹെയർ ഗ്രോത്തിന് റിക്വയർഡ് എമൗണ്ട് ബയോട്ടിൻ അതിനകത്തില്ല. പ്യുവർ ബയോട്ടിൻ ആണ് നമ്മൾ ഗമ്മിയുടെ ഫോമിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പോകുന്നില്ല. അത് അത്രയും കയ്പുള്ള സാധനം എന്നാണ് അറിയപ്പെടുന്നത്. സോ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് ഹെയർ ഗ്രോത്തിന് നല്ലത് നോക്കാം. ഇനി ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഡെഫിനറ്റ്ലി നമ്മളെ റോസ്മേരി ഹെൽപ്പ് ചെയ്യും. പിന്നെ റെഡ്നസീൽ ഉണ്ട്, അനാജൻ ഉണ്ട്, മിനോക്സിഡിൽ ഉണ്ട്. ഇതൊക്കെ പിന്നെ നമ്മളെ കഫേൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ റൈസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും, ഓണിയൻ ഓയിൽസ് ഹെൽപ്പ് ചെയ്യും. ഈവൻ ദോ സയന്റിഫിക്കലി കംപ്ലീറ്റ്ലി പ്രൂവൺ അല്ലെങ്കിൽ പോലും ഓണിയൻ ഓയിൽ ഹെൽപ്പ് ചെയ്യും. അതൊരു ഫാക്ട് ആണ്. അത് ഇനി സ്റ്റഡീസ് നടക്കാൻ പക്ഷേ ഓണിയൻ ഓയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉണ്ട് ബേസിക്കലി. ഇപ്പൊ ഹെയർ ഗ്രോത്തിന്റെ കാര്യത്തിൽ കുറെ കാലം മുന്നേ അതൊന്നും ഇല്ല. ഇപ്പൊ എക്സാമ്പിൾസ് നോക്കണമെങ്കിൽ നമ്മൾ വിഷ്കെയറിന്റെ ഹെയർ ഗ്രോത്ത് സിറംസിൽ ഉണ്ട്, പിൽഗ്രിമിന്റെ ഹെയർ ഗ്രോത്ത് സിറംസിലുണ്ട്, മിനിമലിസ്റ്റിന്റെ ഹെയർ ഗ്രോത്ത് സിറം നോക്കിയാൽ അതൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ മിനോക്സിഡിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാമോ എന്ന് വെച്ചാൽ യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ എപ്പോഴും പറയും അതൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഓൾറെഡി പിനോക്സിഡിൽ സെറമായിട്ടൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. കൗണ്ടർ ടോപ്പ് അല്ലാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് തന്നെ നമുക്ക് അല്ലാണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെറ്റായിട്ട് കാറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മിനോക്സിൽ യൂസ് ചെയ്യുന്നതിന് ഒന്ന് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് അവരുടെ പ്രസൻസിൽ അത് യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഹെയർ സിറംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഹെയർ ഗ്രോത്ത് തടയാനും പറ്റും, ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും പറ്റും, ഹെയർ ഫോളിങ് തടയാനും പറ്റും. പ്രത്യേകിച്ച് വിഷ്കെയറിന്റെ ഒക്കെ ഹെയർ സിറം ഞാൻ എപ്പോഴും പറയുന്ന സാധനം, പിൽഗ്രിമിന്റെ വിഷ്കെയറിന്റെ മിനിമലിസ്റ്റിന്റെ ഒക്കെ സാധനങ്ങൾ എപ്പോഴും പറയുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി നമ്മുടെ ഫോളിക്കിൾസ് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകില്ല. അതിന് PRPയോ അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റോ ഒക്കെയാണ് നല്ലത്. പക്ഷേ നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസിൽ കാണുന്നതിന് പ്രോപ്പറായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സിന് അണ്ടറിൽ പോയി മാത്രമേ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഹെയർ ഫോളിനെ പറ്റിയിട്ടായിരുന്നു. അത്യാവശ്യം ഹെയർ ഫോൾ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും അതിന്റെ റീസൺസിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ
നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഏതാണ് നല്ലതെന്നും അത്യാവശ്യം 1-2-3 റെക്കമെൻഡേഷൻസും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് അടുത്ത ട്യൂസ്ഡേയുടെ Q&Aയിൽ തീർക്കാവുന്നതാണ്. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.